എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പൊ എല്ലാവർക്കും ഓണമൊക്കെ വന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളതേ ഓണം ഷോപ്പിംഗ് വന്നതാണ്, സ്റ്റുഡിയോയിലാണ് കേട്ടോ വന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ വരുന്നത്. നമുക്ക് എന്തായാലും നോക്കാം ഡ്രസ്സൊക്കെ. ചേച്ചി ഇവിടെ ബാഗ് തപ്പി നടക്കുവാണ്. ഫ്രണ്ട്സ്, ഞാനൊരു ഷൂ നോക്കുവാണ്. ഇത് ഇഷ്ടപ്പെട്ടു, പക്ഷെ പെട്ടെന്ന് അഴുക്കാം. കുഴപ്പമില്ലല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം എടുത്ത തന്നെ കറക്റ്റ്. ഫ്രണ്ട്സ്, ഞാൻ ഷൂ ഇതാണ് എടുത്തത്. അമ്മയ്ക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇന്നലെ കല്യാണത്തിന് പോയപ്പോഴത്തേക്കും അമ്മയുടെ ചെരുപ്പ് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ചെരുപ്പൊന്നും വാങ്ങിച്ചില്ല. അപ്പൊ അമ്മയും ചേച്ചി ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വിട്ടു നോക്കാൻ വേണ്ടി പോയി. അപ്പൊ അമ്മയാളെ കൂട്ടുണ്ട്. ചെരുപ്പ് നോക്കാം. എനിക്ക് അമ്മ ഇങ്ങനത്തെയാണ് ഇടുന്നത്. അപ്പൊ ഞാൻ ഇത് നോക്കാനാ വിചാരിക്കില്ല. മനസ്സിലാ, ഈ ഒരു ചെരുപ്പും ഇഷ്ടപ്പെട്ട്. ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ ഇതിന്റെ XXL പിന്നെ ഈ ഷർട്ടിന്റെ ഒരു മോഡലും പിന്നെ ഒരു വൈറ്റ് ലെഗ് ജീൻസും എടുത്തു. എനിക്ക് മൂന്നും വലുതായിരുന്നു. അപ്പൊ ഞാൻ ഇനി മാറ്റി വേറെ എടുക്കാൻ പോവുകയാണ്. 5 എണ്ണം നമുക്ക് ട്രയൽ റൂമിൽ കൊണ്ടുകയറാം. അപ്പം 2 എണ്ണം എടുത്ത് ഇനി ക്യൂ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. ഞാനൊരു വൈറ്റ് ലെഗ് ജീൻസും ഒരു ക്രോപ്പ് ഷർട്ടും എടുത്ത്. ഞാൻ വിചാരിച്ചു എനിക്ക് ക്രോപ്പ് ഷർട്ട് ഒന്നും ചെയ്യൂല. ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിരുന്നു ഈ ക്രോപ്പ് ഷർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഈ ക്രോപ്പ് ഷർട്ട്. പിന്നെ എന്റെ സൈസ് എനിക്ക് എവിടെ പോലെ ജീൻസിന് ഒരു സൈസ് എനിക്ക് കറക്റ്റ് കിട്ടത്തില്ല. അപ്പം ഇവിടെ എനിക്ക് കിട്ടി 28. കറക്റ്റ് സൈസ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇടുന്നതും ആദ്യമായിട്ടാ. ക്രോപ്പ് ഷർട്ടും വൈറ്റ് ലെഗ്സ് ജീൻസും ഒക്കെ ഇടുന്നതും ആദ്യമായിട്ടാ. ഭയങ്കര സന്തോഷം. നീ അതൊക്കെ എടുത്ത്? ഇത് രണ്ടും ഈ ടീഷർട്ട് എടുത്ത്, പിന്നെ പിന്നെ ഇത് ക്രോപ്പ് ടോപ്പ് എടുത്ത്. ആദ്യത്തെ ക്രോപ്പ് ടോപ്പ് എടുക്കുന്ന എനിക്കൊരു പാന്റ് നോക്കണം. പിന്നെ ഞാൻ ഒരു ഷൂ എടുത്തു. ഷൂ എനിക്കും എടുക്കണം. ഷൂസ് എടുക്കാൻ വന്നതാണ്. അവൾക്ക് എടുത്തപ്പോഴത്തേക്ക് 38 അവളെ സൈസ്. അപ്പൊ എനിക്കൊരു 40, 41 ഞാൻ നോക്കുക. അപ്പം 41 ഞാൻ നോക്കുന്നത്. അയ്യോ കറക്റ്റ് ആണ്. അയ്യോ കറക്റ്റ് ആണ്. ഓ, ആ വൈറ്റ് ലെഗ് ജീൻസും ക്രോപ്പ് ഷർട്ടും ഈ ഷൂസും ഒക്കെ പൊളിക്കഞ്ഞ്. അപ്പം ഞാൻ ഈ ഷൂസ് എടുക്കണേ ഷൂസ്. അച്ഛൻ അവിടെ പോസ്റ്റ് ആയിരിക്കുവാണ്. നമ്മള് 3 പേരും ഇവിടെ ഓട്ടമാണ് ഉടുപ്പ് എടുക്കാനായിട്ട്. അച്ഛൻ ഇവിടെ ഒരു കസര ഇരിക്കുകയാണ്. ഗ്ലോസ് മാറ്റ് അല്ല, മാറ്റാ വരുന്നത്. അല്ല, ട്രൈ ചെയ്ത് നോക്കാനാ ഫ്രണ്ട് വെച്ചേക്കുന്നത്. ഓ കട്ടിയിടല്ലേ. എനിക്കൊരു കറക്റ്റ് ഷെയ്ഡ് ഒരു അതെടുക്കും. ഇവിടെ നോക്കും. ഫ്രണ്ട്സ്, ഞങ്ങള് ബില്ല് ചെയ്യാൻ പോവാണ്. നല്ല വെയിറ്റ് ഉണ്ട്. കുറെ കണ്ടതെല്ലാം പറക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം കണ്ട സ്റ്റുഡിയോയിൽ വരുന്നത്. അപ്പം ഇത് ഞങ്ങൾ അടിച്ചു പൊളിച്ച് സ്റ്റുഡിയോയ്ക്കകത്ത്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ പോയിട്ട് ഞങ്ങള് ഞാൻ എന്റെ ഡ്രസ്സ് ഇവക്ക് ഇട്ട് കാണിച്ചു കൊടുത്തില്ല. അപ്പൊ ഇവളെ ഒന്ന് കാണിച്ചപ്പോൾ ഭയങ്കര ഒരു ഇത്. ഇവളെ ഞാൻ കണ്ടില്ല. ഒരെണ്ണം കണ്ട്, നീ ക്രോപ്പ് ടീഷർട്ട് ഇട്ടത് കണ്ടു. ഇവിടെ എന്റെ ഡ്രസ്സ് അവള് കണ്ടില്ല. അപ്പം
അതെനിക്ക് ഒന്ന് കാണിച്ചോളാൻ വയ്യ. അപ്പാപ്പനും അമ്മാമ്മയ്ക്കും പിന്നെ ഞങ്ങളുടെ കസിൻസിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ വന്നു ഞാൻ. അപ്പോൾ ഞങ്ങൾ മാവേലി അപ്പോൾ ചേച്ചി അമ്മയും കൂടി അമ്മാമ്മയ്ക്ക് സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അമ്മാമ്മയ്ക്ക് സാധാരണ അമ്മമ്മയ്ക്ക് പച്ച കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എപ്പോഴും ഞങ്ങൾ തന്നെ പച്ച സാരി മേടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ചേഞ്ചിന് ഇത്തവണ കളർ മാറ്റി പിടിക്കുകയാണ്. ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ അമ്മാമ്മയ്ക്ക് സാരി എടുത്ത് ഇതാണ് ഞങ്ങൾ അമ്മയ്ക്ക് സെറ്റ് സാരി എടുക്കാൻ പോവാണ്. അമ്മയ്ക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഗ്രേയും ബ്ലാക്കും വരുന്ന ബ്ലാക്ക് ബോർഡർ വരുന്ന സാരി. അപ്പം ഇപ്പം ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചല്ലേ അമ്മ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ദേശത്ത് ചേട്ടനും കണ്ണുകുട്ടിക്കും അക്കുനും ഉടുപ്പെടുത്തു. അക്കു എന്ന് പറഞ്ഞാൽ ഞങ്ങള് അപ്പയുടെ മോനാണ് അക്കു. ഇതുവരെ വീഡിയോയിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇതാണ് അക്കുനെടുത്ത ഉടുപ്പ്. പിന്നെ ദേശത്ത് ചേട്ടനെടുത്തു. ഇതാണ് എടുത്തത്. ഇപ്പൊ കണ്ണുകുട്ടിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുകുട്ടിക്ക് ഡ്രസ്സ് എടുത്ത് ഇതാണ് എടുത്തത്. ഫ്രണ്ട്സ്, നമ്മുടെ കല്യാണ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് അമ്മാമ്മയ്ക്കും ഒരു സാരി, അമ്മയ്ക്കും ഒരു സെറ്റ് സാരി, പിന്നെ കണ്ണുകുട്ടിക്കും ജയസൂര്യക്കും അക്കുവിനും ഡ്രസ്സ് എടുത്ത്. ഇനി കുറച്ചുകൂടെ ഷോപ്പിംഗ് ഉണ്ട്. സമയം ഉണ്ടെങ്കിൽ ഇന്ന് എടുക്കും, അല്ലെങ്കിൽ വേറൊരു ദിവസം. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ള ട്രെൻഡ്സിലാണ്. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റുഡിയോയിലും കല്യാണിലും ഒക്കെ പോയി എടുത്ത്. അപ്പം ഇപ്പം ഞങ്ങളുടെ ട്രെൻഡ്സിലാണ്, പരവൂരുള്ള ട്രെൻഡ്സിലാണ്. അപ്പം കുഞ്ഞിക്ക് ബാഗി പാൻസ് നോക്കിയിട്ടാണ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയത്. അപ്പം എനിക്ക് മാത്രമേ ബാഗി കിട്ടിയുള്ളൂ, കുഞ്ഞിക്ക് കിട്ടിയില്ല. അപ്പം ഇവള് എടുത്ത് ഇല്ലായിരുന്നു. അപ്പം അത് വന്ന് അങ്ങ് പോയി ട്രെൻഡ്സ് എടുക്കാൻ ബാഗ് എല്ലാത്തിനും പാൻ എടുത്തു. ബൂട്ട് കട്ടാണ് എടുത്തത്. ബൂട്ട് കട്ട് ഞാൻ ഈ രണ്ട് പാൻറ്റാണ് എടുത്തത്. ഇത് ബൂട്ട് കട്ട് അല്ലേ? ബൂട്ട് കട്ട്. ഇത് ഈ ഒരു ബൂട്ട് കട്ട് എടുത്തു. പിന്നെ ഒരു ലൂസായ ഒരു ജീൻസ് എടുത്ത്, ബാഗി അല്ല, വേറെ ഒരു ജീൻസ് എടുത്ത്. ഇത് രണ്ടും ഞാൻ എടുത്തുള്ളൂ. പിന്നെ അച്ഛാണ് ഉടുപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഷർട്ട്. ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല രസമല്ലേ? അവൾ ഈ ഇട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ. ഞാൻ ഇപ്പൊ ക്രോക്സ് ആയിട്ട് എന്നാ ഇത് സ്റ്റുഡിയോന്ന് അയച്ച പാൻറ്റാണ്. സ്റ്റുഡിയോന്ന് അയച്ച പാൻറ്റാണ്. അവള് ഈ മോഡല് പാൻറ് നോക്കിയാ വന്നല്ലേ? ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ബ്ലാക്ക് മാറിയെന്ന് വെച്ചാൽ കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരിയാവും. ഒരുമാതിരി ചേച്ചി അച്ഛൻ ഷർട്ട് സെലക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, കാരണം ഇവിടെ പാട്ട് ഇട്ടേക്കും. മൂന്നാലെണ്ണം നോക്കി. ആ ഡിസൈൻ എന്തുവാ? ബട്ടർഫ്ലൈ ആഡ് ചെയ്ത്. ഞാൻ വേറൊന്ന് കണ്ട് എടുക്കാം. ചേച്ചി എവിടെ ഈ പെട്ടെന്ന് ഇവിടെ ഇത് എടുത്തയാ നീലേ? ഇതാ. ആ അപ്പോൾ ഞങ്ങൾ ട്രെൻഡ്സിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഇവർക്ക് 2 ജീൻസ് എടുത്ത്, അച്ഛന് ഷർട്ട് എടുത്ത്, ഇനി അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. ഇത് ഞങ്ങളിവിടെ ഞങ്ങളുടെ സബ്സ്ക്രൈബറിനെ കണ്ടുമുട്ടി ഗൈസ്. ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു സബ്സ്ക്രൈബറിനെ ഇങ്ങനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഈ അമ്മയ്ക്ക് ഡ്രസ്സ് ഇപ്പം ഞങ്ങൾ അമ്മയ്ക്ക് എടുക്കാൻ വന്നതാണ്, ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്.
അപ്പം ഏത് അമ്മയ്ക്ക് ഇങ്ങനത്തെ മോഡലൊന്നും ഇഷ്ടമല്ല. അതിൽ ഞങ്ങൾ കൊടുക്കും ചുരിദാർ മാത്രം, അല്ലാണ്ട് ഞങ്ങൾ ഇതിനൊന്നും അമ്മ ഇടത്തില്ല. അപ്പൊ ഇത്തവണ അമ്മ ഇതൊക്കെ ധരിപ്പിക്കണം ഞങ്ങൾ. ഫ്രണ്ട്സ് കുഞ്ഞിതാ ഒരു സ്വെറ്റ് ഷർട്ട് എടുത്തു. ഈ ആഴ്ച ജീൻസ് അടിപൊളിയായിരിക്കും. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ ഇതിൽ പെയർ ചെയ്തെടുത്താണ്. നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. കൊള്ളാല്ലേ? അവൾ ഇവളത് സ്റ്റൈല സന്തനമേല ഇവൾ മന്മത പുയല അടടാ പൂവിൻ മാനാടാ അഴകുക്ക് ഇവൾ താൻ തായ്നാടാ. ഫ്രണ്ട്സ് നമ്മുടെ ഓണ ഷോപ്പിങ്ങിന്റെ വീഡിയോ ഇവിടെ തീരുവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഓണത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ.